ഹരി ഓം, ഏവർക്കും വൃന്ദാവനത്തെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ ദേവനന്ദു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഞായറാഴ്ച, ചൊവ്വാഴ്ച, ശനിയാഴ്ച ദിവസങ്ങളിൽ പിറന്നാൾ വന്നാൽ ഉണ്ടാവുന്ന ദോഷത്തിനുള്ള പരിഹാരങ്ങൾ എന്തൊക്കെ എന്നാണ് ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഇതിനു മുമ്പ് പിറന്നാളിനെ കുറിച്ച് നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അത് നാളെ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റിലോ പിറന്നാൾ എന്ന പ്ലേലിസ്റ്റ് ഉണ്ട്. ആ പ്ലേലിസ്റ്റിൽ പോയാൽ കാണാൻ സാധിക്കും. സോ അത് നോക്കുക. അപ്പം നമുക്ക് അധികം താമസിക്കാതെ വീഡിയോയിലേക്ക് കിടക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ഉപകാരപ്പെട്ട വീഡിയോസ് തുടർന്ന് വരുന്നതായിരിക്കും കേട്ടോ. അപ്പം ഞായറാഴ്ച ദിവസം വന്നു കഴിഞ്ഞാൽ നമ്മൾ ദൂരെ യാത്ര പോകാനുള്ള സാധ്യത എന്നൊക്കെ പറഞ്ഞു. എന്താണ്, അതൊരു തരത്തില് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. ദൂരയാത്ര പോകുമ്പോൾ നമുക്ക് അനുകൂലമാവുന്ന നിർബന്ധമില്ല, പ്രതികൂലമാവാൻ സാധ്യതയുണ്ട്. സോ ഈ ഫലങ്ങൾ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ബാധിക്കാൻ ചാൻസ് കൂടുതലാണ്. സോ ഇത് ബാധിക്കാതിരിക്കാൻ അല്ലെങ്കിൽ ഇത് അനുകൂലമായി മാറാൻ നമുക്ക് ആ ദോഷഫലത്തെ അനുകൂലമാക്കി മാറ്റാൻ എന്തൊക്കെ ചെയ്യാം എന്നാണ് നോക്കുന്നത്. ഇപ്പൊ ചെറിയ വഴിപാടുകളാണ് പറയുക. എല്ലാവർക്കും കോമൺലി ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ താമസിക്കുന്നില്ല, നമുക്ക് തുടരാം അല്ലെ. ഞായറാഴ്ച ദിവസം ആണെങ്കിൽ ആദിത്യന് അല്ലെങ്കിൽ സൂര്യദേവൻ എന്ത് ചെയ്യുക, പൊങ്കാല ഇടുക. രാവിലെ എന്ത് ചെയ്യുക, പൊങ്കാല ഇടുക. അതേപോലെ തന്നെ എല്ലാ മാസവും നവഗ്രഹങ്ങളിൽ ആദിത്യന് നെയ് സമർപ്പണം നടത്തുന്നത് ഉത്തമമായിട്ടുള്ള കാര്യമാണ്. ഈ നെയ് സമർപ്പിക്കുമ്പോൾ എന്നാ സമർപ്പിക്കുക വെച്ചാൽ എല്ലാ മാസവും ഏതെങ്കിലും ഒരു ഞായറാഴ്ച എന്ത് ചെയ്യുക, നമ്മൾ നെയ് സമർപ്പിക്കുക. ഇപ്പൊ ഞായറാഴ്ചയും നമ്മുടെ നക്ഷത്രം കൂടി ഒരു ദിവസം വന്നാൽ ആ മാസത്തിൽ ആ ദിവസം ചെയ്യുന്ന കുറച്ച് ഫലത്തെ കൂടുതൽ പ്രദാനം ചെയ്യും. ഇനി അങ്ങനെയല്ല എങ്കിൽ എന്ത് ചെയ്യുക, ഒരു മാസത്തിൽ ഏതെങ്കിലും ഞായറാഴ്ച എന്ത് ചെയ്യുക, അതിരാവിലെ എന്ത് ചെയ്യുക, ആദിത്യനെ പൊങ്കാലിടുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, നെയ്യ് സമർപ്പണം നടത്തുക. ഇത്ര കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് ആ ദോഷഫലത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറഞ്ഞ് വരും. ഇത് എന്ത് ചെയ്യുക, നമ്മൾ ഈ പൊങ്കാലിടലായാലും ഈ നെയ്യ് സമർപ്പണമായാലും അടുത്ത പിറന്നാൾ വരെ നമ്മൾ എന്ത് ചെയ്യണം, ഇത് തുടർന്നുകൊണ്ടേയിരിക്കണം. ഓക്കെ, ഇത് തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ആ ദോഷത്തിനുള്ള പരിഹാരമായിട്ട് ആ ദോഷത്തിന്റെ കാഠിന്യം കുറയ്ക്കാൻ ഇത് സഹായിക്കും. ഇനി ചൊവ്വാഴ്ചയാണ് പിറന്നാൾ വരണമെങ്കിൽ ആദിവ്യാധിയാണല്ലോ ഫലം. അപ്പൊ ഈ ദോഷഫലം കുറയാൻ വേണ്ടി, ഈ ടെൻഷൻ ഇതൊക്കെ കുറയാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൊവ്വയ്ക്ക് നെയ്വിളക്ക് തെളിക്കണം. ഓക്കെ, പിറന്നാൾ ദിവസം ചൊവ്വയ്ക്ക് എന്ത് ചെയ്യണം, നെയ്വിളക്ക് തെളിക്കണം. അതുപോലെ തന്നെ ഭദ്രകാളി അമ്മയ്ക്ക് കട്ടുപായസം നടത്തുന്നതും ഉത്തമമായിട്ടുള്ള കാര്യമാണ്. അതേപോലെ തന്നെ എല്ലാ മാസപ്പിറന്നാളും എന്ന് വെച്ചാൽ എല്ലാ മാസവും ജന്മനക്ഷത്രം വരുമല്ലോ, അന്നേ ദിവസം എന്ത് ചെയ്യുക, നമ്മള് രക്തഹാരം ഭദ്രകാളി അമ്മയ്ക്ക് സമർപ്പിക്കുന്ന ഉത്തമമായിട്ടുള്ള കാര്യമാണ്. ഇനിയിപ്പം നമുക്ക് നമ്മുടെ ജന്മനക്ഷത്ര ദോഷം നടത്താൻ സാധിച്ചില്ല, എല്ലാ മാസവും നടത്താൻ സാധിക്കില്ല, അതിന്റെ അനുജന്മ നക്ഷത്രത്തിലെങ്കിലും അത് നടത്താൻ ശ്രമിക്കുക. ഓക്കെ, ഏറ്റവും ഉത്തമം നമ്മുടെ നക്ഷത്രത്തിൽ തന്നെ നടത്തുക. ഞാൻ സാധിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യുക, അതിന്റെ അനുജന്മ നക്ഷത്രത്തിലെങ്കിലും നടത്തുക. അത് ഞായറാഴ്ചയും ശനിയാഴ്ച ജനിച്ചവരോടും കൂടിയാണ് പറയുന്നത്. അതേപോലെ തന്നെ ഇപ്പൊ ഈ കാര്യങ്ങൾ ചെയ്യാൻ ചൊവ്വയ്ക്ക് എന്ത് ചെയ്യുക, നമ്മൾ നെയ്വിളക്ക് സമർപ്പിക്കുക, അതായത് നെയ്വിളക്ക് തെളിക്കുക. ഭദ്രകാളി അമ്മയ്ക്ക് നമ്മൾ എന്ത് ചെയ്യുക, കടുംപായസം നടത്തുക. പിന്നെ എല്ലാ മാസം പിറന്നാൾ അല്ലെങ്കിൽ മാസപ്പിറന്നാൾ വരുമ്പോൾ, ജന്മനക്ഷത്രം വരുമ്പോൾ, മാസത്തിൽ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഭദ്രകാളി അമ്മയ്ക്ക് ഒരു രക്തഹാരം സമർപ്പിക്കുന്നു ഉത്തമമാണ് കേട്ടോ. ഇത് അടുത്ത പിറന്നാൾ വരെ തുടർന്ന് വരണം കേട്ടോ. അടുത്ത ശനിയാഴ്ച ദിവസം പിറന്നാൾ വന്നാൽ നമുക്ക് മാതാപിതാക്കൾക്ക് അരിഷ്ടത എന്നാണ് പറയുന്നത്. സോ ഇത് നമ്മുടെ അല്ലെങ്കിൽ ഈ ഒരു ഫലം എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു വർഷത്തിലെ ഈ ഒരു അടുത്ത പിറന്നാൾ വരുന്ന മുമ്പായിട്ട് ഈ ഫലങ്ങളൊക്കെ അനുഭവത്തിൽ വരുന്നു എന്നാണ് കാണുന്നതും നമുക്ക് കേട്ടറിവൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ ഗുരുക്കന്മാരൊക്കെ പറഞ്ഞു തന്നേക്കും. ശനിയാഴ്ച ദിവസം പിറന്നാൾ വന്നാൽ ചെയ്യാവുന്ന വഴിപാടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്താവിന് നീലപ്പട്ട് സമർപ്പിക്കുക, ഉത്തമമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ എള്ളു പായസം കഴിപ്പിക്കുക. അതേപോലെ തന്നെ എല്ലാ മാസവും പിറന്നാൾ തോളും നീലാഞ്ജനം തെളിയിക്കുന്നു, ഉത്തമമാണ്. ഇത് തുടർന്ന് എന്ത് ചെയ്യണം, ഒരു വർഷം തുടരണം ഈ കാര്യം എന്ന് പറയുന്നത്. അടുത്ത പിറന്നാൾ വരെ ഇത് തുടരണം. അപ്പൊ ഇത്രയൊക്കെയാണ് ഇതിന്റെ ഒരു പരിഹാര കർമ്മം അല്ലെ പരിഹാരമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് ഉത്തമമായിട്ടുള്ള കാര്യമാണ്. ഏത് ആഴ്ചയിൽ പിറന്നാൾ വന്നാലും ദാനധർമ്മം ചെയ്യുന്നത് ഉത്തമമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഓരോ വസ്തുക്കൾ ദാനം ചെയ്യുമ്പോൾ ഓരോ ഫലങ്ങളാണ് ഉണ്ടാവുക. അതെന്താണെന്ന് കുറച്ച് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഈ ഒരു വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കും. നിങ്ങൾ സംശയം താഴെ കമന്റ് ചെയ്യുക.
ലഘുവായിട്ട് എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. വലിയ അധികമായിട്ട് ചെലവ് വരുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നുമല്ല. ഇനി ഇത് എന്ത് ചെയ്യുമ്പോഴും നമ്മൾ ഈശ്വരനാണ് സമർപ്പിക്കുന്നത് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് മനസ്സറിഞ്ഞ് ചെയ്താൽ മാത്രമേ കാര്യമുള്ളൂ. അയ്യോ ഇത്ര പൈസയാണല്ലോ, ഇത്രയും രൂപ പോകുമല്ലോ എന്നൊക്കെ ഓർത്താണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഇതുകൊണ്ട് എന്തില്ല യാതൊരു ഫലവും. കാരണം നിങ്ങളുടെ പൈസ കിട്ടിയിട്ട് വേണ്ട ഭഗവാന് ജീവിക്കാൻ, അല്ലെങ്കിൽ ദൈവത്തിന് ജീവിക്കാൻ. ഓക്കെ, അപ്പൊ നമ്മളിത് ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മൾ അയ്യോ ക്ഷേത്രത്തിൽ ഇത് ദൈവത്തിന് ഇതൊന്നും പൈസ ആവശ്യമില്ലല്ലോ, പിന്നെ എന്തിനാണ് പൈസ കൊടുക്കുന്നത് വിചാരിച്ച് അവിടെ ചെയ്യുന്ന ആ ക്ഷേത്രത്തിന്റെ വികസനത്തിനും അല്ലെങ്കിൽ ആ ക്ഷേത്ര കാര്യങ്ങൾ നടത്തി കൊണ്ടുപോകാനും അവിടെ പൂജ ചെയ്യുന്ന ആളുകൾക്ക് സാലറി കൊടുക്കാനും അതിനൊക്കെ എന്തിനും ഇതാണ് ആവശ്യമാണ് അല്ലെ. സോ ഈ ഒരു നമ്മൾ ഈ ഫണ്ട് കൊടുക്കുമ്പോൾ ഒരു 50 രൂപ അല്ലെങ്കിൽ 100 രൂപ കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഇത് നമ്മൾ മനസ്സറിഞ്ഞ് ദൈവത്തിന് കൊടുക്കുന്നതായിട്ട് സങ്കല്പിച്ചേ കൊടുക്കാൻ പാടുള്ളൂ. മനസ്സിലായോ? ഇത് എവിടെ കൊടുക്കണ്ടേ? ക്ഷേത്രത്തിൽ ഈ വഴിപാടുകൾ നടത്തുമ്പോൾ. അല്ലാതെ അയ്യോ ഈ ദിവസം പിറന്നാൾ വന്ന് എന്റെ കുഴപ്പം കൊണ്ടാണോ? നിങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല പിറന്നാൾ വരുന്നത് അന്നേ ദിവസം. ബട്ട് അതൊരു പ്രകൃതി കാണിച്ചെന്ന് ലക്ഷണമായിട്ട് കാണുക. എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? ഒന്ന് അനുവർത്തിച്ച് പോരുക. അപ്പൊ ആ ദോഷഫലങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞ് നമുക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുങ്ങി വരികയും നമുക്ക് അനുകൂലമായ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് സാമ്പത്തികമായി നമുക്ക് ഉയർച്ച ഉണ്ടാക്കാൻ സാധിക്കും. മനസ്സിലായില്ലേ? അപ്പം എന്ത് നമ്മൾ ധ്യാനം ചെയ്താലും മനസ്സറിഞ്ഞ് ചെയ്യുക. അതേപോലെ തന്നെ വഴിപാടുകൾ ചെയ്യുമ്പോഴും നമ്മൾ മനസ്സറിഞ്ഞ് നമ്മുടെ ഇഷ്ടം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഒരാളെ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്ന എല്ലാ വഴിപാട് എന്ന് പറയുന്നത് നമുക്കിഷ്ടമുണ്ടെങ്കിൽ ചെയ്യുക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇപ്പൊ ഇത് മാത്രമാണ് ചെയ്യത്തുള്ളൂ എന്ന് ചോദിച്ചാൽ ഇതൊന്നല്ല. ഇത് ചെയ്തതിന്റെ കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് യുക്തി അനുസരിച്ച് നിങ്ങളുടെ കഴിവനുസരിച്ച് നിങ്ങൾക്ക് ബാക്കി വഴിപാടുകൾ പൂജകളൊക്കെ ചെയ്യാം കേട്ടോ. ഇതിനൊക്കെ ഉപരി ഏറ്റവും ഉപരി വേണ്ടത് നമ്മൾ ഒരു വഴിപാട് നടത്തുമ്പോൾ നമുക്ക് മനസ്സ് നല്ല രീതിയിൽ ഈശ്വരനിലേക്ക് ലയിപ്പിക്കാൻ ശ്രമിക്കുക, ഈശ്വരനെ അറിയാൻ ശ്രമിക്കുക. കൂടുതലും എന്താ ഈശ്വരനിൽ നിന്ന് അകന്നു പോവാതെ ഈശ്വരനിൽ അടുത്ത് നിൽക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പം അടുത്ത ദിവസം നമ്മുടെ എന്താണ് ദാനം ചെയ്യുന്നതിന്റെ ഫലം എന്തൊക്കെയാണെന്ന് നമ്മൾ പറയുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ടില്ലെങ്കിലും ചെറുതായിട്ട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽ വീഡിയോ വേണമെങ്കിൽ അത് കമന്റ് ചെയ്താൽ മതി കേട്ടോ.